ഹായ് ഓൾ 2026-27 അധ്യയന വർഷത്തിൽ നമുക്കറിയാം രാജ്യത്തെ ബിടെക്കിൻ്റെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയുടെ മൊത്തം നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ. ജെഇമെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് രാജ്യത്തെയും രാജ്യത്തിന് പുറത്തുമൊക്കെ +1 +2 പഠിച്ച വിദ്യാർത്ഥികൾ വിവിധ പ്രോഗ്രാമുകൾക്ക് അലോട്ട്മെൻറ്റ് എടുക്കുന്ന സമയമാണിത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഏതാണ്ട് 15 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ജെഇമെയിൻ എക്സാമിൽ വളരെയധികം വിദ്യാർത്ഥികൾ, നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികൾ +1 +2 വിദേശ രാജ്യങ്ങളിൽ പഠിച്ചവരുണ്ട്. അവർക്ക് രാജ്യത്തെ ഈ NIT, IIIT പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു സ്പെഷ്യൽ സ്കീം തന്നെയുണ്ട്, ദാസ സ്കീം എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ വിവിധ വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ 2026-27 ഈ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ആ അലോട്ട്മെൻറ്റിലേക്ക് +1 +2 വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ദാസ സ്കീമിനൊക്കെ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ജോബി സെബാസ്റ്റ്യൻ സാർ നമസ്തേ. ജെഇമെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NITകളുടെയും IIITകളുടെയും ഒക്കെ പ്രവേശന സാധ്യതകളാണല്ലോ ദാസ സ്കീം എന്നറിയപ്പെടുന്നത്. എന്താണ് ചുരുക്കത്തിൽ ദാസ അല്ലെങ്കിൽ CAWG കോട്ട, സാർക്ക്, നോൺ സാർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത, ആർക്കൊക്കെ അപേക്ഷിക്കാം? ദാസ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അഡ്മിഷൻ ടു സ്റ്റുഡൻസ് അബ്രോഡ്. അതായത് വിദേശത്തുള്ളവരെന്ന് പറയുമ്പോൾ വിദേശികളാകാം, ഫോറിൻ നാഷണൽസ് ആകാം, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ OCI കാർഡ് ഹോൾഡേഴ്സ് ആകാം, PIO പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ PIO ആകാം, NRI എന്ന് പറയുമ്പോൾ NRI ഈ സ്റ്റാറ്റസുള്ള ഗൾഫ് കൺട്രീസ് ഉള്ളവർക്ക് വേണ്ടി ഈ ദാസയിൽ തന്നെ മറ്റൊരു സബ് കാറ്റഗറി. അതായത് ദാസയിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഓരോ പ്രോഗ്രാമിൻ്റെയും ദാസയിൽ പങ്കെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാ NITകളും പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഒരു 13 IIITs പങ്കെടുത്തു. നമ്മുടെ കോട്ടയം ഉൾപ്പെടെ 13 IIITs പങ്കെടുത്തു. അതുകൂടാതെ ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് IIIT ഡൽഹി ഫേമസ് ആണ്, അതുണ്ട്. DTU ഡൽഹി യൂണിവേഴ്സിറ്റി, ടെക്നോളജി യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ NSUT ഡൽഹി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള മറ്റ് GFTകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ പ്രോഗ്രാമിലും 15% സീറ്റ് സൂപ്പർ ന്യൂമററി ആയിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതാണ് ദാസ സീറ്റുകൾ എന്നറിയപ്പെടുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ തന്നെ അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ടോട്ടലിൻ്റെ 5% എന്ന് വേണമെങ്കിൽ പറയാം, 15ൻ്റെ 1/3 അത് GCC കൺട്രീസിൽ 8 അറബ് രാജ്യങ്ങളിൽ GCC കൺട്രീസിൽ ഉള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കൾ അവിടെ +1ഉം +2ഉം പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ പേരൻസ് ആരെങ്കിലും 2 പേരോ ആരെങ്കിലുമോ അവിടെ ഈ ഗൾഫ് കൺട്രീസ് ജോലി ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ കുട്ടി അവൻ്റെ മിനിമം +1 +2 ഈ 2 വർഷമെങ്കിലും അവിടെ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു സ്കീമാണ് നമ്മൾ ദാസ ആൻഡ് CIWG, ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ്. അപ്പം ദാസ CIWG ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റും. വർക്ക് പെർമിറ്റ് അവിടെ ഉണ്ടായിരിക്കണം, ഈ അഡ്മിഷൻ എടുക്കുന്ന വർഷം വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതിനകത്ത് സാർ ചോദിച്ച സാർക്ക്, നോൺ സാർക്ക്, അതിനകത്ത് നമുക്ക് പറയാവുന്നത് ഇത് 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഇപ്പോൾ ആദ്യത്തേത് നമുക്ക് CIWG എന്നൊരു കാറ്റഗറി. അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ഇന്ത്യൻ NITയിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ നമുക്കറിയാം, ഉദാഹരണം കാലിക്കട്ട് NIT ആണെങ്കിൽ പെർ സെമസ്റ്റർ 62,500 രൂപയാണ് വരുന്നത്. അതേ ഫീസ് സ്ട്രക്ചറിന് നമ്മുടെ ഗൾഫ് കൺട്രി ജോലി ചെയ്യുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാറ്റഗറി പെട്ട അല്ലെങ്കിൽ ഗൾഫിൽ പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് അവൻ അതേ ഫീസിൽ കാലിക്കട്ട് NIT പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടി 62,500 രൂപ കൊടുത്താൽ മതിയാവും. അതാണ് ഫസ്റ്റ് CIWG കാറ്റഗറി. രണ്ടാമത്തേത് ദാസ തന്നെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ദാസ സാർ കൺട്രീസിലുള്ളവർക്ക് ഒരു 50% ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്. ഒരു സെമസ്റ്ററിന് $4,000 ഈ ദാസ സ്കീമിലെ ഫീസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യ ഒഴിച്ചുള്ള സാർ കൺട്രീസ്, ഇന്ത്യ സാർക്ക് പെടുന്ന ഇന്ത്യ ഒഴിച്ചുള്ള സാർ കൺട്രീസിൽ ആ കൺട്രീസിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ നിന്നുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോറിൻ നാഷണൽസിന് ഇത് പോസിബിൾ ആണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ളവർക്കൊക്കെ 50% ഫീ വേവിയർ, അതായത് അവർ $2,000 കൊടുത്താൽ മതിയാകും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തേത് ക്ലിയർ ദാസ, അത് ഫോറിൻ നാഷണലിലോ ഒക്കെ ആകാം, അവർ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലോ, അത് NRI സ്റ്റാറ്റസ് ഉള്ളവരോ ആകാം അതിനകത്ത്. അപ്പോൾ അവർക്ക് $4,000 ആണ് പെർ സെമസ്റ്റർ ഫീസ്. അപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്ന വ്യത്യാസം
ഓക്കെ. അതാണ് നമ്മൾ ഈ ഇതേ ബ്രാഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഇതേ ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു വ്യത്യാസം. ഫീസിൽ മാത്രമേ വ്യത്യാസം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതിന് അപേക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഈ ജോസ അലോക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ജെയ്മെയിൻ പങ്കെടുത്തു, ജെയ്മെയിന് റാങ്ക് ഉണ്ട്, ഒരു 45,000 അല്ലെ 25,000 50,000 റാങ്ക് ഉണ്ട്, ഒരു നല്ല റാങ്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ജോസ സീറ്റ് അലോക്കേഷനിലൂടെ അങ്ങോട്ട് പോകാമോ? ജോസയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടോ? സാറ് സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു റാങ്കുള്ള കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് ജോസയിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, പങ്കെടുക്കുന്നത് നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ജോസയ്ക്ക് ശേഷം നമുക്കറിയാം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ NITസിലും IIITസിലും വേക്കൻസീസ് ഉണ്ടോ. IITs ജോസയുടെ 5ാമത്തെ ഘട്ടം കൊണ്ട് അവസാനിച്ചു, പിന്നെ എത്ര വേക്കൻസി ഉണ്ടെങ്കിലും അത് ഫില്ല് ചെയ്യുന്നില്ല. അതേസമയം NIT IIITസിന് വേണ്ടിയാണ് മറ്റൊരു പ്രോസസ്സ്, CSAB സ്പെഷ്യൽ, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സോടെ വരുന്നുണ്ട്. എല്ലാ വർഷവും ഉള്ളതാണ്. എല്ലാ വർഷവും ഉള്ള അതിൽ ഒരുപാട് വേക്കൻസികൾ ഈ പറയുന്ന NIT IIITസിലും ഉണ്ടാവും. അതോടുകൂടി അതിനോട് ജോയിൻ ചെയ്തുകൊണ്ടാണ്, അതിനോട് മിക്സ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ ദാസ CWG അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ജോസയിൽ ഒരു കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടി, ഒരു NIT ഒരു സീറ്റ് കിട്ടി, ആ കുട്ടി ആ സീറ്റ് കീപ്പ് ചെയ്തുകൊണ്ട്, അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ CSABിൽ പങ്കെടുക്കാം. ആ CSABിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഈ നമ്മുടെ ഈ CSABും ദാസയും CWG ഒരുമിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കുട്ടിക്ക് 3 തരത്തിലുള്ള ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം വരുന്നുണ്ട്. ഏറ്റവും ആഗ്രഹമുള്ള കോഴ്സ് CSABിന് കൊടുക്കാം, വേണമെങ്കിൽ CWGക്ക് കൊടുക്കാം, CWG പ്ലസ് ദാസയ്ക്ക് കൊടുക്കാം. അപ്പോൾ 3 തരത്തിലുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ 1 ആകാം, 2 ആകാം, 3 ആകാം. 3 സെറ്റ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ട് കുട്ടിക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുന്നു, നമുക്ക് ആ പ്രോസസ്സിലേക്ക് വരാം. സീറ്റ് കിട്ടുന്നെങ്കിൽ ആ നേരത്തെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റുണ്ട്, ആ സീറ്റ് നഷ്ടപ്പെടും. നേരത്തെ ജോസയിൽ ഹോൾഡ് ചെയ്ത സീറ്റ് ഇവിടെ വരുമ്പോൾ അത് നഷ്ടപ്പെടും. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലും നല്ല ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയ സീറ്റ്, ഒരു സീറ്റ് ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. നിലവിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, അത് അതിലും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കുമല്ലോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇവിടെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു കാര്യം മാത്രം, അത് പോകും എന്നുള്ള കാര്യം ഓർത്തേക്കണം. അപ്പം ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ. പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ജോസയിൽ പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല എന്നുള്ളതും സാറിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. നിർബന്ധമല്ല, ജോസയിൽ പങ്കെടുക്കണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ CWG കോട്ടയിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടിയെ സംബന്ധിച്ച് ജോസയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അവന് ജോസയിൽ കിട്ടുന്നതിലും ബെറ്റർ ഓപ്ഷൻ CWGയിൽ അവൈലബിൾ ആണ്. പിന്നെ ദാസ എന്ന് പറയുന്നത് നമുക്കറിയാം ഫീസ് സ്ട്രക്ചറിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് ദാസായിൽ ആണ് കിട്ടാൻ പോകുന്നതെങ്കിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, വലിയൊരു വ്യത്യാസം ഫീസ് സ്ട്രക്ചറിൽ ഉള്ളതുകൊണ്ട്. CWG കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് പങ്കെടുത്തില്ലെങ്കിലും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ജോസയിൽ പങ്കെടുക്കാതെ വേണമെങ്കിൽ ജൂലൈ 24 ശേഷം നടക്കുന്ന CSAB അലോട്ട്മെൻറ്റിൽ മാത്രമായിട്ടും +1 +2 വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. +1 +2 ഇന്ത്യയിൽ പഠിച്ച് വിട്ട് വിദേശത്ത് വർക്ക് പെർമിറ്റ് ഉള്ള ഒരാൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കും? ഇല്ലില്ല. കുട്ടി +1 +2, കാരണം സാധാരണ നമുക്കറിയാം 10th സർട്ടിഫിക്കറ്റ് വേണം ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ വേണ്ടി, 11th 12th വേണം. സാധാരണ നമ്മൾ 11th സർട്ടിഫിക്കറ്റ് ചോദിക്കാമല്ലോ. അപ്പം 11 ഇവിടെ 11 പഠിച്ചിട്ട് അവിടെ 12 പോയി പഠിച്ചാൽ പോരാ, തിരിച്ചും പറ്റിയല്ല. ഈ 11 12 അവിടെ പഠിച്ചിരിക്കും. ഓക്കെ, അത് നിർബന്ധമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്, അങ്ങനെ എലിജിബിലിറ്റി ഉള്ളവർക്ക് വേണമെങ്കിൽ ജൂലൈ അവസാനം നടക്കുന്ന CSABിൽ മാത്രമായിട്ടും പങ്കെടുക്കാം. ഇപ്പോൾ ജോസയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ നമുക്ക് CSABിലോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദാസ സ്കീമിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, ഇപ്പോൾ CWGക്ക് ഒരു ഫീസ്, പല ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ നടപടികൾ എങ്ങനെയാണ്? നമുക്കിപ്പോൾ ജോസയിൽ സീറ്റ് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് മാറേണ്ടത്? CSABിൽ ആർക്കും പങ്കെടുക്കാവില്ല. JEE എക്സാം എഴുതിയ 75% മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് PCMനുള്ള ഏത് കുട്ടിക്കും, അവന് ജോസയിൽ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ത് ചെയ്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്തോട്ടെ ഇവിടെ പങ്കെടുക്കാൻ പറ്റും. പങ്കെടുക്കുമ്പോൾ ആദ്യം രജിസ്ട്രേഷൻ CSAB വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ദാസയുടെ വെബ്സൈറ്റിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, രജിസ്ട്രേഷൻ കയറുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ CWG, നമുക്ക് CSABിനാണെങ്കിൽ അതിൻ്റെ ഫീസ്, രജിസ്ട്രേഷൻ ഫീസേ ഉള്ളൂ. CWG ആണെങ്കിൽ ഫസ്റ്റ് സെം ഫീ +$300 ആണ്. $300 ആദ്യത്തെ സെം എന്ന് പറയുമ്പോൾ 63,500 രൂപ. അത് ഡോളറിലാക്കാം, റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും എമൗണ്ടാണ് CWG കിട്ടിയ ഒരു കുട്ടി, CWG അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ, രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ ഉടനെ ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഫീസ് അടയ്ക്കണം. ഇനിയും ദാസയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടി $4,000 + $4,300. സാർ കൺട്രീസ് എന്നുള്ള കുട്ടിയാണെങ്കിൽ $2,300. ഇതിനകത്ത് CWGയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിലും വളരെ നല്ലൊരു ഓപ്ഷൻ
എനിക്ക് ദാസായിൽ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ സമയത്ത് നമ്മൾ $4,300 അടയ്ക്കുകയാണെങ്കിൽ, കൂടുതലുള്ള അടയ്ക്കുന്നു, 4,300 അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് CWGയുടെ ഓപ്ഷൻസും കൊടുക്കാം, ദാസയുടെ ഓപ്ഷൻസും കൊടുക്കാം. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഫീസ് വലിയ ഡിഫറൻസ് ഉണ്ട്. CWG നമുക്ക് എവിടം വരെ വേണം എന്ന് നോക്കിയിട്ട് അത് വേണം നമ്മുടെ ഹയർ ഓപ്ഷൻസ് ആയിട്ട് നിൽക്കാനായിട്ട്. അതിന് താഴെ മാത്രമേ ദാസാഫില്ലി, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രിയോറിറ്റി ഇതാണെന്ന് വിചാരിച്ച് ആ രീതിയിൽ നമുക്കത് കിട്ടിയെന്ന് ആദ്യം തരും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടെ ഉണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആദ്യം ഫീസ് അടയ്ക്കണം. പിന്നെയാണ് ഡോക്യുമെൻ്റ് ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അപ്പം കൂടുതലായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? കൂടുതൽ വരുന്നത് നമുക്കിപ്പം 10th 12th സർട്ടിഫിക്കറ്റ്സ്, പിന്നെ കുട്ടിയുടെ പേരൻറ്റിനും പാസ്പോർട്ട് ഉണ്ടാവണം. ഇനി CWGയിലേക്ക് വരുമ്പോൾ കുറച്ച് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും. 2 കൂട്ടർക്കും കുട്ടി വിദേശത്ത് പഠിച്ചതാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, ആ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അത് നോർമൽ അതിൻ്റെ ഫോമാറ്റൊക്കെ. വിസയാണോ വർക്ക് പെർമിറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്? അത് ഈ CWG വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേണം. മറ്റേത് ഇപ്പം അബ്രോഡ് ഉള്ളതാണ് എന്നുള്ള ഒരു മതി, അവിടെ പഠിച്ച അത് മാത്രം മതി. CWGയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് വേണ്ടി വരും. 1 പേരൻറ്റിൻ്റെ വിസ വേണം, 2 പേരൻ്റെ വർക്ക് പെർമിറ്റ് വേണം. ഇത് രണ്ടും ഒരു 6 മാസമെങ്കിലും ഉള്ളതായിരിക്കണം. ഈ 2026 എങ്കിലും ഉള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളതാണ് നോക്കുന്നത്. അത് രണ്ടും മസ്റ്റാണ്. അതുകൂടാതെ ആ പേരൻ്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ ഇവിടെ ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടാവണം. ഇംഗ്ലീഷല്ലേ ഹിന്ദിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ, ചില അറബിക്കിലൊക്കെ വരാറുണ്ട്, അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ വേണ്ടി വരും. അപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ള ആ ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം. പിന്നീട് കുട്ടിയുടെ പാസ്പോർട്ടും ഉണ്ടായിരിക്കണം. പേരൻറ്റിൻ്റെ നേരത്തെ പറഞ്ഞു പേരൻറ്റിൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ പറയുന്നുണ്ട്. സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ CWG കോട്ടയിൽ ഇപ്പം നോർമൽ ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ +1 +2 പഠിച്ച് നോർമലി JEE റാങ്ക് വെച്ചിട്ട് നമുക്ക് ജോസയിൽ സീറ്റ് കിട്ടിയല്ലേ കിട്ടിയില്ല, അയാൾക്ക് CSABിൽ കിട്ടുന്നൊരു സാധ്യതയും, +1 +2 വിദേശത്ത് പഠിച്ചവർക്ക് CWG കോട്ടയിലുള്ളൊരു സാധ്യതയും, സാർക്ക് കൺട്രീസിലും നോൺ സാർക്കിലും ഇതിൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വെച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എന്തുമാത്രം സാധ്യതകളാണുള്ളത്? നമുക്ക് വലിയ വേരിയേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഈ 15% സീറ്റിൽ 5% എന്ന് പറയുമ്പോഴും വിദേശത്ത് ഗൾഫ് കൺട്രീസിൽ പഠിച്ച് അവിടെ ഈ സയൻസ് സ്ട്രീമിൽ പഠിച്ച് എൻജിനീയറിംഗ് ഇഷ്ടപ്പെട്ട് ആ ഒരു മേഖലയിൽ താല്പര്യപ്പെട്ട് വരുന്ന കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. നമുക്കറിയാം അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല റാങ്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ 2000 10,000 ഒക്കെ റാങ്കുള്ള കുട്ടിയാണെങ്കിൽ പോലും അവന് ട്രിച്ചി NITയിൽ CS-ന് എലിജിബിളായിട്ട് സെയിം ഫീസിൽ തന്നെ. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. 62,500 രൂപയ്ക്ക് അവിടെ പഠിക്കാം. കാലിക്കറ്റിലേക്ക് വരുമ്പോൾ അതൊരു 15,000 20,000 22,000 ഒക്കെ വരെ വരുന്നുണ്ട്. അത് നമ്മൾ മറ്റ് ബ്രാഞ്ചുകളിലേക്കൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ലക്ഷത്തിലേക്കൊക്കെ കയറി വരുന്നത്. ഇപ്പോൾ കാലിക്കട്ട് NIT ഇലക്ട്രിക്കൽ പോലും ചിലപ്പോൾ 1 ലാഖിലേക്കൊക്കെ ആ റേഞ്ചിലേക്ക് CWG കോട്ടയിൽ തന്നെ. CWG കോട്ട ദാസയാകുമ്പോൾ അത് 2-3 അടുത്തേക്ക് ഒക്കെ വരുന്നതാണെങ്കിൽ ദാസായിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലിയൊരു അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ജോസായിൽ കിട്ടുന്നതിലും CWG എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ജോസയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ അടുത്തതിലേക്ക് വരുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കി വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട അത് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് അവിടെ വെരിഫിക്കേഷൻ വേണ്ടി നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൊറീസ് വരും. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊറീസ് വരും. അപ്പോൾ നമ്മളതിന് വേണ്ടി നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൊറീസ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കൊരു എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിങ് നമുക്ക് ഈ CSABിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള ചോയ്സുകൾക്ക് നമുക്ക് സാധ്യതയുണ്ട്. ഇനി ദാസ CWG പങ്കെടുക്കുന്ന കുട്ടി അല്ലെങ്കിൽ അവരും ഇവിടെ പങ്കെടുക്കാം, കാരണം CSAB പ്രൊവിഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് CSABക്ക് വേണമെങ്കിൽ CSABയുടെ രജിസ്ട്രേഷൻ ഫീസ് CSAB പങ്കെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ദാസ CWG രണ്ടും കൂടെ പങ്കെടുക്കാം, CWG തന്നെ പങ്കെടുക്കാം. അപ്പോൾ അതിനകത്ത് ദാസ CWGയും കൂടെ ഒരു സെറ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ദാസ CWG രണ്ടിനും കൂടെ ഉള്ള ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കാണും. അതായത് ഇപ്പോൾ CS ആണെങ്കിൽ CS എന്നും CS1 എന്നും കാണും. CS എന്ന് കാണും. ഇപ്പം
കാലിക്കട്ട് NIT CS, അതുപോലെ തന്നെ കാലിക്കട്ട് NIT CS1. അപ്പോൾ അതിനകത്ത് 1 എന്ന് പറയുന്നത് CWG ആണ്, ഓക്കെ CS എന്ന് പറയുന്നത് ദാസയാണ്. അപ്പോൾ ദാസായുണ്ട്, ദാസ CWG ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് പോകാം. ഇത് രണ്ടിൻ്റെ കൂടെ ഫീസ് അടച്ച കുട്ടിക്കേ ഉള്ളൂ. അതെ. CWG തന്നെ അടച്ചാണെങ്കിൽ CS1 കാണുള്ളൂ. അതേസമയം ഇവിടെ ഇതൊന്നും ഈ പറയുന്ന സ്ട്രീമിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പം നിലവിൽ NIT-യിലുള്ള വേക്കൻറ്റ് സീറ്റിലെ അത്ര താല്പര്യമുള്ളെങ്കിൽ അത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചോയ്സസ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, അപ്പം നിലവിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് അവരും അത് ഓർത്തോണം. ഓക്കെ. എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി. പിന്നീട് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ ഒരു ചെറിയ വെരിഫിക്കേഷൻ ഒക്കെ ഉള്ളൂ. ഇത് 2 അലോട്ട്മെന്റിൽ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ടോ? ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി കിട്ടിക്കഴിയുമ്പോൾ ബാക്കി ഫീസ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് 3 അലോട്ട്മെന്റുകളാണ് നിലവിലുള്ളത്. 3 അലോട്ട്മെന്റ് കഴിഞ്ഞ വർഷം മുതൽ ഇത് മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 അലോട്ട്മെന്റിലേക്ക് നേരത്തെ ഇപ്പോൾ 3 അലോട്ട്മെന്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അലോട്ട്മെന്റിൽ ആദ്യത്തെ 2 അലോട്ട്മെന്റുകളിൽ 5 സാധ്യതകൾ നമുക്കുണ്ട്. ഒന്ന്, നമ്മളിപ്പം സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് ഫീസൊക്കെ അടച്ചു പോയതാണ്. അപ്പോൾ ജോസയെ പോലെ ആ പ്രോസസ്സൊക്കെ നമ്മൾ നേരത്തെ നടത്തി, നമുക്ക് അലോട്ടഡ് ആകുന്നതിന് മുമ്പേ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകണ്ട. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സീറ്റ്, നമ്മുടെ റെഡിനെസ് കാണിക്കുകയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 5 സാധ്യതകൾ നമുക്കുണ്ട്. ഒന്ന്, ഫ്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു സീറ്റ് എനിക്ക് മതി, ആ ഒരു അക്കാദമിക് പ്രോഗ്രാം മതി, വേറൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ പ്രോസസ് ഇവിടെ വേണേൽ അവസാനിച്ചെന്ന് പറയാം. ഇനി വേണമെങ്കിൽ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് ഫീസ് അടയ്ക്കാവോ, അല്ലെങ്കിൽ ഇനിയും അടയ്ക്കാനുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് അടയ്ക്കുക, അതൊക്കെ ചെയ്താൽ മതിയോ. രണ്ടാമത്തെ സ്ലൈഡാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇതിലും ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആ സ്ഥാപനത്തിനെ മാത്രം പരിഗണിച്ചിരിക്കുന്നു. അതാണെങ്കിൽ സ്ലൈഡ് ചെയ്യും. പിന്നെ ചെയ്യുന്ന ഫ്ലോട്ടാണ്, കൂടുതൽ പേരും ചെയ്യുന്ന ഫ്ലോട്ടാണ്. ഫ്ലോട്ടാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് സീറ്റ് എനിക്ക് വേണം, പക്ഷേ ഇതിലും എനിക്ക് താല്പര്യം അതിന് മുകളിൽ കിടക്കുന്ന സീറ്റ്, എല്ലാ ഓപ്ഷനും മുകളിൽ കിടക്കുന്ന ഏത് കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് താല്പര്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോട്ട് എടുക്കുന്നത്. പിന്നെ ഒന്നുള്ളത് സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റിലെ സീറ്റ് എനിക്ക് വേണ്ട, പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം, ഈ ഒരു അലോട്ട്മെൻറ്റിൽ എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഹോൾഡ് ചെയ്ത സീറ്റ് നമുക്ക് നഷ്ടപ്പെടും. നേരത്തെ ജോസയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, ഞാൻ നിർത്തി, എനിക്ക് ഒന്നും വേണ്ട, ഈ 1 കൊണ്ട് മതി, അലോട്ട്മെൻറ്റ് ഫസ്റ്റ് മതി, ഇനി വേണ്ട, ഇനി ഞാൻ പങ്കെടുക്കുന്നേ ഇല്ലെന്നുള്ള രീതിയിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ 5 ഇതിനകത്ത് നമുക്ക് ഫീസ് നഷ്ടപ്പെടുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? ഈ എല്ലാ ഓപ്ഷനും നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിനിമം ഇപ്പം ദാസ CWG സംബന്ധിച്ച് ആ $300 നമുക്ക് എന്തായാലും രജിസ്ട്രേഷൻ ഫീസ്, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ലാം രജിസ്ട്രേഷൻ ഫീസാണ്, അത്രയും പൈസ പോകും. ഇനി രണ്ടാമത്തെ അലോട്ട്മെന്റ് ഇതുപോലെ തന്നെ. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ 5 സാധ്യതകൾ ഉണ്ട്. ഇത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിഡ്രോ ഈ പറയുന്ന വിഡ്രോ ചെയ്യാൻ ഇല്ല, നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അലോട്ട്മെന്റ് ഇല്ല, പിന്നെ നമ്മൾ ഫ്ലോട്ട് ചെയ്യാൻ ഇനി അലോട്ട്മെന്റ് ഇല്ല, സ്ലൈഡ് ചെയ്യാനില്ല. നേരത്തെ സ്ലൈഡോ ഫ്ലോട്ടോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഓട്ടോ ഫ്രീസ് ആണ്. ഇനിയൊരു ഓപ്ഷൻ നമുക്ക് മൂന്നാമത്തെ നിർബന്ധമായിട്ട് അലോട്ട്മെന്റ് എടുത്തിരിക്കണം. മൂന്നാമത്തെ കിട്ടുമ്പം മൂന്നാമത്തെ നമുക്ക് എപ്പോൾ കിട്ടിയാലും നേരത്തെ പറഞ്ഞാൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുകയാണ്. ഏറ്റവും അവസാനം കിട്ടുന്നത് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് ഈ രീതിയിൽ പിന്നെ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുള്ള NIT. അപ്പം ഈ നമ്മുടെ ഒരു അലോട്ട്മെൻറ്റുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് ജോസയിൽ കിട്ടുന്നതിനേക്കാളും അതോടൊപ്പം തന്നെ വളരെ ഇപ്പോൾ ട്രിച്ചി പോലെയുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള NIT-കളാണെങ്കിൽ പോലും അവിടെ ഒരു കോർ സബ്ജക്റ്റ് കിട്ടാനുള്ള വലിയ സാധ്യതകളാണ്. CWG ആണെങ്കിലും ദാസയാണെങ്കിലും അതിനകത്ത് തന്നെയുള്ള 2 സെക്ഷൻ ആണെങ്കിലും നമുക്ക് കിട്ടുന്നത്. അപ്പം കൃത്യമായിട്ടും ഇതിനൊരു പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുകയും ഏത് ഫീസ് സ്ട്രക്ചറിൽ നമ്മൾ അലോട്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെയുള്ളൊരു സാധ്യതകൾ ഇപ്പോൾ സാറ് പറഞ്ഞു അല്ലേ, ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് റാങ്ക് ആണെങ്കിലും ഇലക്ട്രിക്കൽ പോലെയുള്ള സാധ്യതകളുണ്ട്. ഇനി 3 ലാക്ക് ആണെങ്കിലും മറ്റുള്ള സാർ കൺട്രീസിൻ്റെ ഇതിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ സാർക്കിലൊക്കെ ആണെങ്കിലും കിട്ടും. എനിക്കൊന്ന് സീറ്റ് വേക്കൻസി നല്ലപോലെ ഉണ്ടാകും, പ്രത്യേകിച്ച് ദാസയിൽ. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ നോൺ CWG, അതായത് CWGയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത്
ദാസയായിട്ട് മാറ്റും. ശരി. അങ്ങനെ ചെയ്യാറുണ്ട്. CWG അങ്ങനെ കാര്യമായിട്ട് വേക്കൻസി വരാറില്ല. പക്ഷേ ബാക്കി രണ്ടിലും ലോവർ ബ്രാഞ്ചുകൾക്ക് ലോവർ NITസിലൊക്കെ കാണാറുണ്ട്. അതും കൂടെ ദാസയാക്കും. ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കാണാറുണ്ട്. ഒരു 2/3 ഒക്കെ ചില സന്ദർഭങ്ങൾ 1/3 ഒക്കെ ഫില്ല് ചെയ്യാറുള്ളൂ. ഒരു 5000 അടുത്ത സീറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു 1500 1600 സീറ്റുകളെ ഫില്ല് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ്. സൂപ്പർ ന്യൂമറി ആയതുകൊണ്ട് അവിടെ കൊണ്ട് അവസാനിക്കുകയും പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ ഡോക്യുമെൻസിലെ പേരുകളൊക്കെ സെയിം ആയിരിക്കണം. ഇപ്പോൾ പാസ്പോർട്ടിലുള്ള പേര് തന്നെ ആയിരിക്കണം കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലുള്ള. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഒപ്പം നമ്മൾ ഈ ഓരോ അലോട്ട്മെൻറ്റുകൾക്കും നമുക്ക് അതിൻ്റെ കൊറീസ് വരുമ്പോൾ മീൻസ് നമുക്കൊരു നമ്മൾ സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവരത് കൊറി അല്ലെങ്കിൽ ഒരു റിപ്ലൈ ആയിട്ടാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ നമ്മളത് റെസ്പോണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അലോട്ട്മെൻറ്റ് നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ +1 +2 വിദേശത്ത് പഠിച്ചവർക്ക് വലിയ സാധ്യതകളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ OC കാർഡ് ഹോൾഡർ അല്ലെ PAO കാർഡ് ഹോൾഡർക്ക് +1 +2 വിദേശത്ത് പഠിക്കണമെന്നും ഒരിതില്ല. അവർ ഫോറിൻ നാഷണലിലേക്കാണെങ്കിൽ ഇന്ത്യ പഠിച്ചാലും മതി. ശരി. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അവർക്ക് ഇന്ത്യ പഠിച്ചാലും ഈ ഒരു ഇതിനകത്ത് പങ്കെടുക്കാം. പക്ഷേ CWG നമുക്കറിയാം ഗൾഫ് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അവർക്ക് ആ സ്കീം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വലിയ സാധ്യതകൾ തന്നെയാണ് ഇത്. അപ്പം അതിൽ ജോസ സീറ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്ന് മാത്രം. പക്ഷേ ഇത് സീസാബിൽ പങ്കെടുക്കുന്നതിന് അല്ലെ ദാസ സ്കീമിൽ പങ്കെടുക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾ ജോസ സീറ്റ് ലൊക്കേഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിർബന്ധവുമില്ല. പക്ഷേ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അല്ല. ഇപ്പം ഓൾറെഡി 2026 അതിൻ്റെ പ്രോസ്പെക്ടസ് വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കുകയും അതിനകത്തെ പേരുകളൊക്കെ കറക്റ്റ് ആക്കുകയും 2025 നോക്കി ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. 26 താമസിക്കാതെ വരും. അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കൃത്യമാക്കുകയും ചെയ്യും. ടൈം ഇപ്പോൾ അടുത്ത മാസത്തിനായിരിക്കും വരുന്നത്. ജൂലൈ 24 കൂടി ഇത് വരുള്ളൂ. താമസമുണ്ട്. അപ്പോൾ അത് ഓർത്ത് ഇങ്ങനെ ഇരിക്കുക. എല്ലാം റെഡിയാക്കി വെക്കാവുന്നേ ഉള്ളൂ. പ്രിഫറൻസ് ഓർഡറിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. JEE 2026 ഓൾ ഇന്ത്യ റാങ്കിലൂടെ രാജ്യത്തെ 31 NITകളിലും ഏതാണ്ട് 13 ട്രിപ്പിൾ ഉള്ള ഏതാണ്ട് 5000-ലധികം സീറ്റുകളാണ് ഈ ഒരു സീസാബ് അലോട്ട്മെൻറ്റിലൂടെ +1 +2 വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. 3 തരത്തിലുള്ള ഫീസ് സ്ട്രക്ചറിലൂടെ. അതിൽ നമ്മൾ നിലവിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുക്കുന്ന അതേ ഫീസ് സ്ട്രക്ചറിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നതാണ് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന CWG കോട്ട വഴി നമുക്ക് പ്രവേശനം കിട്ടുന്നത്. ഒരു വർഷം 1.25 ലക്ഷം രൂപ ഫീസ്, അല്ലെങ്കിൽ സെമസ്റ്ററിന് 62,500 രൂപ ഫീസ് എന്ന് പറയുന്നതിനകത്ത്. മറ്റേത് 2 സാർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് താല്പര്യത്തിനനുസരിച്ചുള്ള ഫീസിനനുസരിച്ച് നിങ്ങൾക്ക് പല ഓപ്ഷനുകൾ തന്നെ NIT കാലിക്കറ്റിലെ തന്നെ 3 തരത്തിലുള്ള ഓപ്ഷനുകളൊക്കെ കൊടുക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഇത് +1 +2 വിദേശത്ത് പഠിക്കാത്ത, അതായത് ദാസ സ്കീം അല്ലാത്തവർക്കും ഈ സീസാബ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ജോസയുടെ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റ് അലോട്ട്മെൻറ്റിനെയാണ് സീസാബ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു വേറൊരു വെബ്സൈറ്റ് വഴി തന്നെയാണ്. ആ അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും പങ്കെടുക്കാം. JEE ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് എലിജിബിലിറ്റി ഉള്ള എല്ലാവർക്കും പങ്കെടുക്കാം. ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് +1 +2 വിദേശത്ത് പഠിച്ചിരിക്കുന്ന ദാസ സ്കീം എന്ന് പറയുന്നത്. അത് വലിയ സാധ്യതകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ധാരാളം +1 +2 വിദേശത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്കൊരു സംശയം വരാവുന്നത്, ഈ ദാസയ്ക്കുള്ള ഫീസ് ആദ്യമേ $4,300 അടച്ചാൽ പ്രശ്നമാകുക എന്നുള്ളതാണ്. ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് CWG കോട്ടയിലാണ് സീറ്റ് കിട്ടുന്നതെങ്കിൽ ആ മുഴുവൻ ബാക്കിയുള്ള ഈ 62,500 രൂപ എടുത്തിട്ട് ബാക്കി മുഴുവൻ ഫണ്ടും അല്ലെങ്കിൽ മുഴുവൻ ഫീസും റീഫണ്ട് ചെയ്യും. ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നമ്മൾ അടച്ചോന്ന് വിചാരിച്ച് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫീസ് കൂടിയ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ അതിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഒപ്പം നമുക്ക് നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ CWG കോട്ടയിലാണെങ്കിൽ റീഫണ്ടും അവൈലബിൾ ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ദാസാല കിട്ടുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ആകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതെ, അത് തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു സാധ്യത. ചോയ്സ് ഫില്ല് ചെയ്യുന്ന വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് അപ്പോൾ ചോയ്സ് ഫില്ലിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും. അല്ലെങ്കിൽ നമുക്ക് CWG കോട്ടയിൽ കിട്ടേണ്ട ഒരു സീറ്റ് ദാസായാലും അത് കിട്ടുന്നെങ്കിൽ വലിയ വ്യത്യാസമാണ്. അപ്പം ഫീസ് കുറഞ്ഞ CWG കോട്ടയുടെ ഓപ്ഷൻസിന് പ്രിഫറൻസിൽ ആദ്യം കൊടുക്കാനായിട്ടും, അത് കഴിഞ്ഞിട്ട് $2,000 അത് കഴിഞ്ഞിട്ട് കൊടുക്കാനും, $4,000 അത് കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ടും ആ പ്രിഫറൻസ് ഓർഡർ ഒരേ കോളേജിൽ ഒരേ കോഴ്സ് തന്നെയാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും കൊടുക്കാം. എല്ലാ കോഴ്സുകൾക്കും
കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഒക്കെ സീറ്റുകൾ അവൈലബിൾ ആണ് 15%. അപ്പം ആ ഒരു വലിയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും ലാസ്റ്റ് റാങ്കുകളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു സ്കീമിന് CSAB അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് തീർച്ചയായിട്ടും ജോബി സാറിൻ്റെ ഒക്കെ വീഡിയോകൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം സാർ ഒത്തിരി നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.